ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിൻ്റെ പൊന്നു മോൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അല്ലേ? മെയ് 9 നിൻ്റെ കുട്ടീൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം ആലോചിക്കേണ്ടത് വരുമ്പോൾ എന്താണെന്ന് അറിയോ? എൻ്റെ വീട് ചാവക്കാടാണ്. എൻ്റെ വീഡിയോ കാണുന്ന വിധം ആൾക്കാർക്കൊക്കെ അറിയാം. ചാവക്കാട് ഇവനെ പ്രസവിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20ഒക്കെ ആയിരിക്കുമ്പോൾ കടലിൽ നിന്ന് വെള്ളം എടുത്ത് ആ വെള്ളം ഞാൻ ഉണ്ണിക്ക് പാൽ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ആ വെള്ളം ഓലപ്പേരാണ്. ആ വെള്ളം ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ വന്ന കാര്യം എനിക്ക് ഇന്ന് ഓർമ്മ വരുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. എന്നിട്ട് ആ വീടാകെ പൊളിഞ്ഞ് നല്ല, എനിക്ക് തോന്നിട്ട് നല്ല തരം ഞാൻ കിടക്കണ കട്ടിലിൻ്റെ ഇങ്ങനെ ഉണ്ട് വന്നു വെള്ളം. നേരം വെളുത്ത് നോക്കുമ്പോഴത്തേനും അകത്ത് നിറച്ച് വെള്ളം. മുറ്റത്തൊന്നും അങ്ങനെ വെള്ളം നിൽക്കില്ല, കാരണം മണലായ കാരണം അപ്പം തന്നെ വലിഞ്ഞു പോകും. പക്ഷേ ഈ കുട്ടിയുടെ മേലും ആ ഉപ്പിൻ്റെ ആ ഇതുണ്ടല്ലോ, അതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ എൻ്റെ പടച്ചറബേ അവിടുന്ന് ഇവിടെ വരെ എത്തിച്ചില്ലേ എന്നുള്ളതാണ്. കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും കുറേ എനിക്ക് തോന്നുന്ന ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. കുറേ കടങ്ങളാണെങ്കിലും എന്തായാലും ഉണ്ട്. എന്നാലും പഠിച്ചവന് ഇവിടെയും വരെ എത്തിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ കുട്ടിക്ക് ഇന്ന് 7ാമത്തെ വയസ്സായി എൻ്റെ കുട്ടിക്ക്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് എന്താ പറയുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരും എൻ്റെ കുട്ടിക്ക് വിഷ് ചെയ്യണേ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിക്ക് വിഷ് ചെയ്യണേ എല്ലാവരും. അത് നമ്മളെ ജീവിതത്തിൽ എത്ര സങ്കടങ്ങളും ഓരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കുറേ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുണ്ട്. ഇപ്പോഴാണെങ്കിലും എപ്പോഴും. ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ജോലി ഉണ്ടായിരുന്നു, ഇപ്പം അതുമില്ല. എൻ്റെ പഠിച്ചവനെ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. എനിക്ക് തോന്നുന്നത് വെക്കേഷന് കുറച്ച് അങ്ങോട്ടും പോകും എന്നുള്ള ഒരു ലെവലിലാണ്. കാരണം അവിടെ അധികം നമ്മൾ പോകാണ്ടിരുന്നാൽ മൂർഖൻ പാമ്പ് കയറി കുടി കയറി താമസിക്കും. കാരണം മലപ്രദേശമായ കാരണം ഇടക്കിടക്ക് പോയിട്ട് ക്ലീൻ ആക്കിയില്ലെങ്കിൽ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ അവിടെ പോകുമ്പോൾ മൂർഖൻ പാമ്പ് വന്നവിടെ ഇതാക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ വരണം. എൻ്റെ കുട്ടീൻ്റെ പ്രസവിച്ചെടുക്കുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തലയിൽ കൂടെ അറിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട് അല്ലേ. എൻ്റെ കുട്ടിക്ക് കേക്ക് വാങ്ങിക്കണം എന്ന് പറയണ്ടേ, രസം വാങ്ങിക്കണം എന്ന് പറയാം. ഇതുവരെ ഞങ്ങൾക്കൊന്നും ആയിട്ടില്ല. എല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷ മാത്രമല്ലേ? ശരിയാവില്ലല്ലോ, എല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷ മാത്രം. അപ്പം എൻ്റെ കുട്ടി കണ്ട, എൻ്റെ കുട്ടി രാവിലെ എൻ്റെ കുട്ടിയും ഞാനൊക്കെ കുളിച്ചു. നമ്മളിന്ന് എന്താ തിന്നെ? എപ്പി. ഞങ്ങളിന്ന് എപ്പി ഉണ്ടാക്കി തിന്നു. വേറെ പണികളൊന്നും കഴിച്ചിട്ടില്ല. കുളിച്ച് ഞങ്ങളിങ്ങനെ സുന്ദരനും ഉമ്മച്ചും കുട്ടി ഇങ്ങനെ സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാശ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ കേക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അന്നത്തമ്മായി വന്നാൽ കേക്ക് വാങ്ങിക്കും അല്ലേ. ഞങ്ങൾ കേക്ക് വാങ്ങിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയും അല്ലേ. അപ്പം എല്ലാവരും എൻ്റെ കുട്ടിക്ക് വേണ്ടി ദോരക്കണം. പല്ലില്ലാത്ത കുട്ടികൾ കണ്ട മിഠായി തിന്നിട്ട് കണ്ട ഈ പല്ലില്ലാത്ത കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പം എല്ലാവരുടെ കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.